ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. എൻ്റെ കയ്യിലൊരു സംഭവം കണ്ട മഹാഗണ്ട കായണ്ടത് ഇത് വെച്ചുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പ് ഒന്ന് കണ്ട അടിപൊളി സംഭവം ഉണ്ട്, കാണേണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടത് കണ്ടിട്ടില്ല മഹാഗണ്ട കായ? ചേട്ടാ നോക്കിയാൽ ഇതെടുത്ത് മാറ്റുമ്പോഴാണ് നമ്മൾ ഇതേപോലെ കണ്ടിരിക്കണ്ട അടിപൊളി സെറ്റപ്പിലാണ് ഈ സംഭവം ഇരിക്കണത്. അപ്പോൾ ഇത് ഈ ഒരു ബോളിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. അടുത്ത നമുക്ക് ഇതുണ്ട്, അതേപോലെ ഈ സാധനങ്ങളുണ്ടാ ഇതുകൊണ്ടൊക്കെ അടിപൊളി ആർട്ട് വർക്കുകൾ കേട്ടോ നമുക്ക്. ഇന്ന് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ആർട്ട് വർക്കുകൾ ചെയ്യണം. ഇതൊക്കെ സെറ്റപ്പ് ഉണ്ടോ? ഇത് ഈ ഒരു സാധനം ഉണ്ട് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് ഈ സംഭവം വെച്ചിട്ടാണ് അടിപൊളി സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിക്ക് നമുക്ക് ഇവനൊന്ന് കറക്കി നോക്കാം. മോളിക്ക് നോക്കിയാണ് മോളിക്ക് നേരെ മോളിക്കിട്ടെ മോളിക്ക് ഇടറ മോളി കറക്കി അടിപൊളിയല്ലേ സാധനം? അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വിത്താണ്ടേ കാണുന്നത് മൂലം ഇട്ടറിന് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അടിപൊളി സാധനമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നട്ടിപ്പ സാധനം ഉണ്ടാക്കാം നമുക്ക് എല്ലാവർക്കും അടിപൊളി സാധനം ഉണ്ടാക്കണം. പിള്ളേരൊക്കെ നമ്മളെ ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ഇത് എത്രത്തോളം ഭംഗിയാവും നമുക്കറിയില്ല, എന്നാലും ചെയ്യാൻ വേണ്ടി പോകണ്ട ചെയ്യല്ല നമുക്ക്. ഓക്കെ, ഈ കായം എടുത്ത് ഈ ഭാഗം കണ്ട ഈ ഭാഗം കണ്ടാ ഈ ഭാഗം ഇങ്ങനെ കളയാം കണ്ട. അപ്പോൾ നമ്മൾ ഇതേപോലെ പിള്ളേരെ ഇതിനകത്ത് വെച്ച് നിർത്തിയിട്ട് ഇതേപോലെ അവരെ മുമ്പിൽ വെച്ച് ഇതേപോലെ ഓരോന്ന് സിമ്പിളായിട്ടുള്ള കേട്ടോ, അല്ല ഹാർഡായിട്ടുള്ളതല്ല, സിമ്പിളായിട്ടുള്ളത് പിള്ളേരെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ അടിപൊളിയായിട്ട് ഡെവലപ്പ് ആയിക്കോളും. ആ സാധനത്തെ കൊഞ്ചില്ല തേങ്ങയുടെ സംഭവം എന്നിട്ട് ഉണ്ടാക്കുന്നത് കൊഞ്ചിൽ നിന്നാണ് ഞങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എടുക്കണ്ടേ, 2 കാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 2 സംഭവം എടുത്തിട്ടുണ്ട്. ഇനിയും വേണോട്ടോ നമുക്ക് ഇതേപോലത്തെ. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ സംഭവം എടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ അല്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തിട്ടാന്നുള്ളത്. ഇതേപ്പോൾ ഉണ്ടാക്കുന്നത് ഈ പിള്ളേരുടെ ഒരു കലാബോധത്തിനെ വളർത്തുന്നതിന് വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ ഇതതിൻ്റെ റിയൽ ടച്ചിൽ ഉണ്ടാക്കുന്നതെന്നല്ല. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇവർ ഒരേ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മഹാഗണ്ട കായ ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ കണ്ടില്ലേ? എടാ ഇപ്പം എന്താന്ന് മനസ്സിലായി എനിക്ക് സംഭവം? എന്തുട്ടാണ് ഇത്? സ്പൈഡറാ? എന്തുട്ടാണ് ഇത്? എട്ടേലിയാണത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ തടിയണ്ട, ഇത് കടലിൽ നിന്ന് കിട്ടിയിട്ടുള്ള തടിയുണ്ടോ, അല്ല ദ്രവിച്ച തടിയാണ്. ഈ തടിയുമ്മൽക്ക് നമുക്ക് ഇവനൊന്ന് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്താൽ റിയൽ ടച്ച് ഇട്ടു കേട്ടോ. ഇതിന് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മഹാഗണ്ട കായുടെ ഫീലിംഗ് പോകും. അതിൻ്റെ പേരിലാണ് പെയിൻറ്റ് ചെയ്യാത്തത്. ഇത് മൊത്തം നമ്മ ഈ ഫ്ലഷ് കിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലഷ് കിക്ക് നിങ്ങൾ ആരും ഉപയോഗിക്കരുത് കേട്ടോ. വലിയൊരു ഉപയോഗിക്കണതാണ്, മനസ്സിലായ? ഭയങ്കര അപകടം കേട്ടോ. പിടിച്ചു നോക്കണത് കുടിക്കണോ? എങ്ങനെയുണ്ട് സാധനം? പറയണ്ട സൂപ്പറായ എനിക്ക് കുടിക്കണോ? എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാണ്. നമുക്ക് ഇനി വെക്കാം. അപ്പം അമ്മ എല്ലാവരും കൂടിയും ഈ സാധനത്തുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. സെറ്റ് ചെയ്യല്ലേ നമുക്ക്? ക്ലോസ് പിടിച്ചോ കേട്ടോ. പിടിച്ചോ, ഒരാൾ പിടിച്ചോ. വെച്ചോട്ടെ. വെക്കണേ. ആരൊന്നും മിണ്ടണ്ടില്ല. ആ വെക്കണ്ടാ. ഒട്ടിക്കട്ടെ. അപ്പം നമ്മുടെ ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഭംഗിയൊന്ന് നോക്കാം. ഇതുമ്പോഴുള്ള സംഭവം ഓക്കെ എങ്ങനെയുണ്ട്? അയ്യോ അല്ലേട്ടാ, എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാ?
സൂപ്പറായ സംഭവം. അപ്പൊ നമ്മുടെ മഹാഗണിക്കായ കൊണ്ടുള്ള എട്ടുകാലി എന്നല്ലെങ്കിൽ പറഞ്ഞത് 8 കാലി എന്നാണ് ഇവർ പറയണത്. എന്തായിരുന്നാലും വളരെ വെയിറ്റ്ലെസ് ആണ്, കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലത്തെ ഒരു മൂഡിൽ നമുക്ക് വെക്കാം. കാരണം പഴയ ഒരു തടി കഷ്ണൊക്കെ എടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമായടാ? എങ്ങനെയുണ്ട് സംഭവം? വെയിറ്റ് ഉണ്ടാ? അവനും കൊടുക്കണം, അവനും ഒന്ന് ആസ്വദിക്കട്ടെ. ഇഷ്ടമായ? ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇട്ടാൽ കയറി വരാണ്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ.